നിർബന്ധിച്ച് പുറത്താക്കാൻ നോക്കി വീട്ടിലുള്ള എല്ലാവരും ചേർന്ന്. ഒരു 90% ആളുകളും വീടിനുള്ളിലുള്ളത് അനീഷിന് എതിരാണ്. അനീഷിന്റെ ഗെയിമും ഒരു നെഗറ്റീവ് ഗെയിമാണ്. പക്ഷെ പുറത്തുള്ള ജനങ്ങൾ ഒരുപാട് പേർ അനീഷിന്റെ ഗെയിം ഏറ്റെടുത്ത് കഴിഞ്ഞവരാണ്. അവിടെ അനീഷിന് വേണ്ടി ഗെയിം കളിച്ചത്, അല്ലെങ്കിൽ കലോത്സവ വേദി എന്ന പോലെ അവിടെ ഗെയിം കളിച്ചത്, ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അവിടെ ശൈത്യയും നൂറയും തമ്മിൽ നല്ലൊരു ഡാൻസാണ് അവിടെ കാഴ്ചവെച്ചത്. പക്ഷേ 5ാം സ്ഥാനമാണ് അവർക്ക് കൊടുത്തത്. എന്തായാലും അവിടെ 3ാം സ്ഥാനം 4ാം സ്ഥാനം കിട്ടിയവരെക്കാൾ എന്തുകൊണ്ടും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച ആൾക്കാരായിരുന്നു ശൈത്യയും നൂറയും. അവരെ പിടിച്ച് 5ാം സ്ഥാനത്തേക്ക് തള്ളി അനീഷിനെ അവിടെ നിന്ന് പുറത്താക്കാൻ കാത്തു കെട്ടിയിരുന്ന എല്ലാവർക്കും വലിയൊരു തിരിച്ചടിയാണ് അനീഷ് കൊടുത്തത്. അനീഷ് അവിടെ ഗെയിം കളിച്ച് അവിടെ പുറത്താക്കിയതോ മറ്റ് 2 വ്യക്തികളെ. അവിടെ ശാരികയ്ക്ക് അവിടെ ഭയങ്കര കുശുമ്പും അസൂയും ഒക്കെയുള്ള ഒരു മത്സരാർത്ഥിയാണ് ശാരിക അവിടെ ബിന്നി ശാരികയ്ക്ക് വേണ്ടി നന്നായി കളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ടീം ഷഫിൾ ചെയ്യുന്ന സമയത്ത് അവിടെ ബിന്നിനെ കുറിച്ച് മോശമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോ കലോത്സവ വേദി എന്ന് പറയുന്ന ആ ടാസ്ക് വന്ന സമയത്ത് ബിന്നിയും അപ്പാനി ശരത്തും കൂടിയിട്ട് നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. ആ പെർഫോമൻസിന് പോലും ശാരിക മാർക്ക് കൊടുക്കാനായിട്ട് തയ്യാറായില്ല. അതും അവിടെ കൊണ്ട് തന്നെ ശാരികയുടെ ഒരു നെഗറ്റീവ് ഗെയിം അല്ലെങ്കിൽ ഒരു കുശുമ്പോ അസൂയോ അത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശാരികയ്ക്ക് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നതിൽ യാതൊരുവിധ മനോവിഷവും ഇല്ല എന്ന് ലൈവില് ബിന്നി പറയുന്നുണ്ടായിരുന്നു. അല്ല, ബിന്നിക്ക് ഇപ്പൊ അതിൽ തോന്നിയതിൽ നമുക്ക് തെറ്റ് പറയാനായിട്ട് പറ്റില്ലല്ലോ. തന്റെ പെർഫോമൻസിനെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്നു, തനിക്ക് മാർക്ക് തരുന്നില്ല, താൻ മര്യാദയ്ക്ക് കളിച്ചില്ലെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ആള് പുറത്തു പോകുമ്പോൾ തനിക്ക് യാതൊരു വിഷമവും തോന്നില്ല എന്നാണ് ബിന്നി അവിടെ പറഞ്ഞു വെച്ചത്. നമുക്കറിയാം, അനീഷിനെ പുറത്താക്കുക എന്നുള്ളതാണ് ബിഗ് ബോസ് വീട്ടിലെ ഇപ്പൊ ഏവരുടെയും ലക്ഷ്യം. അതിൽ അനീഷിന്റെ ഏക ശത്രു അല്ല, അതിൽ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അപ്പാനി ശരത്താണ്. അപ്പാനി ശരത്തും അനീഷും തമ്മിലാണ് ബിഗ് ബോസ് വീട്ടിലെ പോട്ടി എന്ന് പറയുന്നത്, ഒരു ചകട. പക്ഷെ എങ്ങനെ പോയാലും അതിൽ അനീഷ് തന്നെയാണ് എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അപ്പാനി ശരത്തിന്റെ വിചാരം താൻ ഹീറോയും അവിടെ അനീഷ് വില്ലനുമാണെന്നാണ്. അങ്ങനെയാണ് അക്ബറും മറ്റുള്ളവരും അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നാലും പുറത്ത് എങ്ങനെയാണ് ഓടുന്നതെന്ന് അറിയില്ല. എങ്കിൽ പോലും ഇവിടെ ഹീറോയും വില്ലനും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരാളാണ് ഹീറോ, നിങ്ങളിൽ ഒരാളാണ് വില്ലൻ എന്നാണ് അവിടെ പൊതുവെ പറഞ്ഞ് മനസ്സിലാക്കി വെച്ചു കൊടുത്തിരിക്കുന്നത്. ആ ഒരു കണക്കൂട്ടലിലാണ് അവിടെ കളിക്കുന്നതും. പക്ഷേ ഇവിടെ മൈലേജ് മൊത്തം കിട്ടുന്നത് അനീഷിനെയാണെന്നുള്ള കാര്യം പാവം അപ്പാനി ശരത്ത് അറിയുന്നില്ല. വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാത്തിനും അവിടെ അനീഷിന്റെ തലയിൽ കയറി ഞെരങ്ങിയിരിക്കുന്ന സ്വഭാവമാണ് അവിടെ അപ്പാനി ശരത്തിനുള്ളത്. കുറെയൊക്കെ കേട്ടും കണ്ടും പ്രേക്ഷകർക്ക് അത്രയങ്ങ് കുഴപ്പമില്ലാന്ന് തോന്നിയെങ്കിൽ ഇപ്പോൾ ഇത്തിരി അരോചകമായി തോന്നുന്നുണ്ട് അപ്പാനി ശരത്തിന്റെ പ്രകടനം. എല്ലാത്തിനും അനീഷിനെ മെക്കെട്ട് കയറുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. എങ്കിൽ പിന്നെ എല്ലാവരുടെ ഇതുപോലെ പെരുമാറാനായിട്ട് അപ്പാനി ശരത്തിന് കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാവരോടും നെഗറ്റീവായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, തെറ്റാരുടെങ്കിലും ഭാഗത്ത് കണ്ടു കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രതികരിക്കുന്ന അപ്പാനിയെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ അപ്പാനിക്ക് അത് പോസിറ്റീവായിട്ട് വന്നേനെ. ഇപ്പോ അനു തന്നെ പറയുന്നുണ്ട്. അനു അവിടെ ജിസേലിന്റെ മേക്കപ്പിനെ കുറിച്ച് സംസാരിച്ച് ഭയങ്കരമായിട്ട് കംപ്ലൈന്റ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ജിസേല് എന്നിട്ടും മേക്കപ്പ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരാളാണ് ജിസേല്. ആരും കാണാതെ എന്തെങ്കിലുമൊക്കെ എടുത്ത് കൊണ്ടുപോയി മേക്കപ്പ് ഇതുകൊണ്ട് തന്നെ നടക്കും. പലതവണ അനു അത് കയ്യോടെ പിടിക്കുകയും കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടും അവിടെ ജിസേലിനെ ചോദ്യം ചെയ്യാനായിട്ട് ആരെയും കണ്ടില്ല. ഇപ്പോ ഈ കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെ അനു അവിടെ ഇരുന്ന് ശൈത്യയുടെ അടുത്ത് പറയുന്നുണ്ട്, ഈ ജിസേലിന്റെ അടുത്ത് ഇവർക്ക് എന്താ ഇങ്ങനെ, ജിസേലിന് ഇവർക്ക് പേടിയാണോ, അതാണ് ഇവരുടെ പ്രശ്നം. ഇപ്പോ കഴിഞ്ഞ ദിവസം ബാൻഡ് കിട്ടുന്ന ആ മത്സരത്തിൽ ജിസേലിന് ബാൻഡ് കിട്ടിയിരുന്നു. ബാൻഡ് ഉള്ളവർക്ക് മാത്രമാണല്ലോ മേക്കപ്പും ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. പക്ഷെ ബിഗ് ബോസ് ബാൻഡ് കൊടുത്തില്ല ജിസേലിന്. ജിസേല് നിയമങ്ങൾ മുഴുവൻ തെറ്റിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് ജിസേലിന് ഈ ആഴ്ച ബാൻഡ് ഇല്ല, അത് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. ജിസേലിന് അത് കിട്ടിയില്ല. ജിസേലിനെ ആ ബാൻഡ് കിട്ടിയ സമയത്ത് അവിടെയുള്ള ആണുങ്ങൾക്ക് മുഴുവൻ ഭയങ്കര സന്തോഷമായിരുന്നു എന്നാണ് ശൈത്യയും അനുവും കൂടി പറയുന്നത്. അപ്പൊ ശൈത്യ പറയുന്നുണ്ട്, വേറൊന്നല്ല കാരണം, ബാൻഡ് കിട്ടി കഴിഞ്ഞാൽ അവിടെ ഡ്രസ്സുകളെല്ലാം വരും ജിസേലിന്റെ. ആ ഡ്രസ്സൊക്കെ ഇട്ടെന്ന് കണ്ണിറച്ച് കാണാനായിട്ടുള്ള കുറെ പൂതി, അത്രയേ ഉള്ളൂ എന്നുള്ള അർത്ഥത്തിൽ അവിടെ അനുവും ശൈത്യവും കൂടി സംസാരിക്കുന്നുണ്ട്. അപ്പോ അനു അവിടെ പറയുന്നുണ്ട്, അല്ല ഇവിടെയുള്ള ആണുങ്ങളൊക്കെ മുണ്ണകളാണ്, ഒരു പെണ്ണിനെ ഇങ്ങനെ കാണുമ്പോഴേക്കും അതിൽ ഇങ്ങനെ കമഴ്ന്നടിച്ച് വീഴാനായിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അനു. ആ ചോദിച്ച ചോദ്യത്തിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. അനു പറഞ്ഞത് തെറ്റാണ്. ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാ ആണുങ്ങളും അങ്ങനെയാണെന്നൊന്നും അവിടെ അർത്ഥമില്ല. അവരെ ജിസേലിന്റെ അടുത്ത് ചോദിക്കാത്തത് ഒരു പോയിന്റാണ്. ആ പോയിന്റിനെയാണ് അവിടെ അനു അങ്ങനെ ചോദിച്ചത്. ശരിയാണ്, അവിടെ ആണുങ്ങൾ ആരും തന്നെ ചോദ്യം ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. 1-2 പേര് ജസ്റ്റ് ഒന്ന് ചോദിക്കുകയും അങ്ങനെയല്ലാതെ കാര്യമായി ജിസേലിന്റെ അടുത്ത് അവർ ആരും ചോദ്യം ചെയ്യുകയോ ചൂടാവുകയോ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ജിസേലിന്റെ പേർക്ക് ഇത്തിരി പേടിയാണോ അതോ ജിസേലിന്റെ അടുത്ത് എന്താണ് പ്രശ്നം എന്നുള്ളത് നമുക്കറിയില്ല. എല്ലാവരും വട്ടം കൂടിയിരുന്ന് ജിസേലിന്റെ
അടുത്ത് സംസാരിക്കുന്ന ആ സീൻ കണ്ട സമയത്താണ് അനു ചോദിക്കുന്ന ചോദ്യം അവിടെ വരുന്നത്. അനു ചോദിച്ച ചോദ്യത്തോട്, ആ പറഞ്ഞ കാര്യത്തോട് എനിക്ക് യോജിപ്പില്ലെങ്കിൽ പോലും അവിടെ അനു പറഞ്ഞതിൽ എവിടേക്കോ ശരിയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവും. ഇവരാരും തന്നെ ജിസലിന്റെ അടുത്ത് ചോദ്യം ചോദിക്കുകയോ എന്താണ് കാര്യം വിലക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ബിഗ് ബോസ് വിലക്കിയിട്ടും കാര്യമില്ല, ലാലേട്ടൻ വിലക്കിയിട്ടും ഞാൻ നന്നാവില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിയാണ് ജിസേല്. അതുകൊണ്ടാണോ ഇനി അവരാരും ഇതിലിടപെടാത്തതെന്ന് അറിയില്ല. അപ്പാനി പറയുന്നുണ്ടായിരുന്നു, തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്നാണ് അപ്പാനി അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നത്. തെളിവുള്ള എല്ലാ കാര്യത്തിനും മാത്രമാണല്ലോ അപ്പാനി അവിടെ കിടന്ന് ചൂടാവുന്നുണ്ടായിരുന്നത്. അക്കാര്യത്തിൽ ഞാൻ അപ്പാനിയുടെ അടുത്ത് യോജിക്കുന്നില്ല. ഇവിടെ അനീഷിന്റെ അടുത്ത് മാത്രം ഗെയിം കളിക്കാതെ എല്ലാവരുടെ ഒപ്പം ഗെയിം കളിക്കണം. അവിടെ അപ്പാനി വന്നത് ഒരാളെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിക്കാനല്ലല്ലോ. അവിടെ ബാക്കിയുള്ള 18 മത്സരാർത്ഥികളും അപ്പാനിക്ക് എതിരെ കളിക്കാൻ വന്നവരാണ്. അവരെ എല്ലാം തോൽപ്പിച്ചാൽ മാത്രമേ അപ്പാനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിക്കുന്ന ഗെയിം അത് മോശമാണ്. എല്ലാവരെയും ടാർഗറ്റ് ചെയ്ത് കളിക്കണം എന്ന് തന്നെയാണ് അപ്പാനിയുടെ അടുത്ത് പറയാനുള്ളത്. വെറുതെ അക്ബറിന്റെ അടുത്ത് ഇരുന്നിട്ട് കുനുകുനാന്ന് സംസാരിച്ച് ഗെയിം പ്ലാൻ ചെയ്യുമെന്നല്ലാതെ അവിടെ ഒന്നും എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇന്നേ വരെ കണ്ടിട്ടില്ല. എന്തായാലും അക്ബാനിയുടെ ഗെയിം താഴോട്ടാണ് പോകുന്നത്, മുന്നോട്ട് പോകുന്നതായിട്ട് തോന്നുന്നില്ല. അവിടെ അക്ബറിനെ മനസ്സിലായിട്ടുണ്ട് അനീഷിനെ ടാർഗറ്റ് ചെയ്ത് എപ്പോഴും ഗെയിം കളിച്ചാൽ നന്നാവില്ല എന്ന് അക്ബറിന് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അക്ബർ അത് മാറ്റി പിടിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ഷാനവാസിന് ഗെയിമിന്റെ ഏകദേശ റൂളും കാര്യങ്ങളും ഒക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനനുസരിച്ച് നൈസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇപ്പോൾ ഷാനവാസ് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. വേണ്ടെടുത്ത് ചൂടാവും, അല്ലാത്തടത്ത് ഒരു ചിരിച്ച് കളിച്ച് ഗെയിം മുന്നോട്ട് പോകുന്ന ഷാനവാസിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടല്ലാത്ത രീതിയിലാണ് ഇപ്പൊ ഷാനവാസ് അവിടെ നിൽക്കുന്നത്. അവിടെ ഇപ്പൊ ഏറ്റവും കോമഡി കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ നെവിൻ തന്നെയാണ്. നെവിൻ അവിടെ അനീഷിനെ പോലും പറ്റിച്ചുകൊണ്ട് ചപ്പാത്തിയൊക്കെ എടുത്ത് അവിടെ കഴിച്ച് കട്ടെടുത്ത് മോഷ്ടിച്ചൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് നിവിൻ. പക്ഷേ ഈ ഒരു ഗെയിമുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാലും ആൾക്കാരുടെ മനസ്സിൽ ഇടപെടിക്കാനായിട്ട് നിവിന് കഴിയുന്നുണ്ട്. ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് നിവിൻ അവിടെ നൽകുന്നതുകൊണ്ട് തന്നെ നിവിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ നിവിൻ നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിവിനെ കുറച്ച് ദിവസം അവിടെ പിടിച്ചു നിൽക്കാനായിട്ട് തീർച്ചയായും സാധിക്കും. എന്നുവെച്ചാൽ അരോചകമായിട്ടുള്ള വർത്താനങ്ങളും മറ്റു കാര്യങ്ങളും അവിടെ നടക്കുന്ന സമയത്ത് നിവിന്റേതായ ഒരു എന്റർടൈൻമെന്റ് കാര്യങ്ങളും ചിരിയും ആ ഒരു കട്ടെടുക്കലത്തൊക്കെ കാണുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും എപ്പിസോഡിൽ അതൊരു എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നും. അവരത് നിവിൻ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് പഴക്കും പിഴക്കും അതൊക്കെ തന്നെയല്ലേ ഉള്ളൂ അവിടെ. അതിൽ നിന്ന് ഒരു മാറ്റം എന്തായാലും എല്ലാവരും ആഗ്രഹിക്കുമല്ലോ. പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ള തരത്തിലുള്ള വഴക്കുകൾ അവിടെ നടക്കുന്നില്ല, നല്ലൊരു കണ്ടന്റും അവിടെ വരുന്നില്ല. ഇനി ബിഗ് ബോസിലേക്ക് അവിടേക്ക് വൈൽഡ് കാർഡ് എൻട്രികൾ വന്നാൽ മാത്രമേ അവിടെ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവും എന്നാണ് തോന്നുന്നത്. അല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവും തോന്നുന്നില്ല. പിന്നെ അനു എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ആണ്. പിന്നെ ബിഗ് ബോസ് വീട്ടിലെ മറ്റൊരു കണ്ടന്റ് എന്ന് പറയുന്നത് കുറേ പേര് ഇപ്പൊ അനുവിനെ എതിരായിട്ട് നിൽക്കുന്നവരാണ്. അനീഷിനോട് കലിപ്പുള്ളതുപോലെ തന്നെ അനുവിന്റെ അടുത്തും ഇപ്പൊ ഒരുപാട് പേർക്ക് കലിപ്പുണ്ട്. ഈ പറയുന്ന അനു എന്ന് പറയുന്ന വ്യക്തി അനീഷുമായിട്ട് ഒരുപാട് വഴക്കിടുകയും ഇടിയും തല്ലും വഴക്കുണ്ടെങ്കിലും അനീഷിനെ ഗെയിമിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അനു കൂടെ നിന്ന് ചതിക്കുന്ന വ്യക്തിയാണ് അനു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ അനുവിന്റെ ഗെയിം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അനു ന്യൂട്രലായിട്ട് തന്നെയാണ് അനു നിന്നിരുന്നത്. പക്ഷേ അനുവിന്റെ അടുത്ത് ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല. അനു തന്നെ പറയുന്നുണ്ട്, എന്നെ ഇവിടെ ഒറ്റപ്പെടുത്തുന്നുണ്ട് എല്ലാവരും കൂടിയിട്ട്, ഞാനിവിടെ ഒരുപാട് സഹിച്ചിട്ടാണ് നിൽക്കുന്നത്, വിഷമിച്ചിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ അനുവും പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ലെവലിലോട്ട് ഗെയിം കൊണ്ടുപോകാനാണോ അനു ശ്രമിക്കുന്നതെന്ന് അറിയില്ല. അനുവിനെ പുറത്ത് പോസിറ്റീവും നെഗറ്റീവും ഇപ്പോഴുണ്ട്. 2 തരത്തിലാണ് അനുവിന്റെ ഗെയിം പോകുന്നത്. അനുവിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്. അവിടെ ജെന്യുവൻ ആയിട്ടാണ് അനു നിൽക്കുന്നതെന്ന് തോന്നി അവളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ അനു ഫേക്ക് ആയിട്ട് നിൽക്കുന്നു, കള്ളം പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുവിനെ എതിര് നിൽക്കുന്ന മത്സരാർത്ഥികളുമുണ്ട്. നിലവിൽ ഒരു ഫാൻ ബേസ് അവിടെ ആർക്കും ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അവിടെ അല്പെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ഫാൻ ബേസോ പുറത്ത് ഒരാൾക്കും അറിയാതെ ആ വീട്ടിൽ വന്നു കയറിയ കോമണർ ആയിട്ടുള്ള അനീഷാണ് ഇപ്പൊ ആ വീട്ടിൽ എത്തിയെങ്കിലും ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത്. ഒരു കോമണറെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ആ ഒരു കാര്യത്തിൽ വിജയത്തിൽ എത്തി നിൽക്കുന്നത് തീർച്ചയായും അനീഷാണ്. പക്ഷെ അനീഷിന്റെ എല്ലാ ഗെയിമിനോടും ഗെയിമിന്റെ കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഒരു ഗെയിമർ എന്ന നിലയിൽ ഈ പറയുന്ന അനീഷിനെ നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാനും പറ്റില്ല. അനീഷ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ഉള്ളപ്പോൾ ഒരുപാട് കണ്ടന്റ് ക്രിയേഷൻ നടക്കുന്നുണ്ട്. അനീഷിനെ വ്യക്തിപരമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷനൊക്കെ തോന്നും, എന്തിങ്ങനെ പെരുമാറുന്നതെന്നൊക്കെ തോന്നും. പക്ഷേ അനീഷ് അവിടെ ഉള്ളതുകൊണ്ടാണ് പലപ്പോഴും ആ വീട്ടിൽ ഗെയിം നടക്കുന്നത് എന്ന് പറയേണ്ടി വരും. അനീഷിനെതിരെ ഗെയിം കളിക്കാൻ വേണ്ടി കുറെ പേര് കാണിച്ചു കൂട്ടുന്നത്, അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാശിയും വീറുമായിട്ട് ഇതുവരെ ആരും ഇവിടെ ഗെയിം കളിച്ചു തുടങ്ങിയിട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല.